നമുക്ക് അസംബ്ലി എത്രയും പെട്ടെന്ന് ആരംഭിക്കണം. ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് അസംബ്ലി നയിക്കുന്നത് 9ാം ക്ലാസ്സുകാരാണ്. അപ്പോൾ അസംബ്ലി നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി അവരെ ക്ഷണിക്കുന്നു. Class attention. Standard is attention. ഈശ്വര പ്രാർത്ഥന. സ്നേഹ ബഹുമാനപ്പെട്ട വികാരിയച്ച, ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, ബാക്കിയുള്ള മത അധ്യാപകരെ, കൂട്ടുകാരെ, നിങ്ങളെ അസംബ്ലിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രതിജ്ഞ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവം എൻ്റെ സൃഷ്ടാവും രക്ഷകനുമാണ്. അസംബ്ലിയിലേക്ക് ഈ അസംബ്ലി അഭിസംബോധന ചെയ്യാൻ ഹെഡ് മാസ്റ്റർ റിജി സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മാതാപിതാക്കളെ, കൊച്ചു കൂട്ടുകാരെ, നമ്മൾ എല്ലാ മാസവും അസംബ്ലി കൂടാറുണ്ട്. അപ്പോൾ അസംബ്ലിയിൽ ഓരോ ക്ലാസ്സുകാരാണ് അസംബ്ലി ഓരോ മാസവും നയിക്കുന്നത്. ഇന്ന് 9ാം ക്ലാസ്സുകാരാണ് അസംബ്ലി നയിച്ചുകൊണ്ടിരിക്കുന്നത്. മേരിക്കുട്ടി ടീച്ചറിനെയും നന്നായിട്ട് ഈ അസംബ്ലി നടത്തുന്ന കുട്ടികളെയും എല്ലാവരെയും ഇതിന് കുട്ടികളെ ഒരുക്കിയ മേരിക്കുട്ടി ടീച്ചറിനെയൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമുക്കിന്ന് കുറേ സമ്മാനങ്ങളൊക്കെ ഉണ്ട്. നല്ല സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ കൂടിയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ധാരാളം മത്സരങ്ങളൊക്കെ നടന്നു. മിഷൻ ലീഗിൻ്റെ മത്സരങ്ങൾ നമ്മൾ സെപ്റ്റംബർ 8 സർക്കാരോണ തിരുനാളൊക്കെ ജന്മ തിരുനാളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മരിയൻ കിസ് മത്സരം ഓൺലൈനായി നടത്തി. 90 കുട്ടികൾ പങ്കെടുത്തു. അതിൽ വിജയിച്ച അവർക്കുള്ള സമ്മാനങ്ങളൊക്കെ ഇപ്പോൾ തരും. അപ്പോൾ അതുപോലെ തന്നെ കൊടുക്കാം. ആദ്യം നമ്മൾ മിഷൻ ലീഗിൻ്റെ സമ്മാനമാണ് കൊടുക്കുക. മിഷൻ ലീഗിൻ്റെ കലാമത്സരം, സാഹിത്യ മത്സരമൊക്കെ മേഖലാ തലത്തിൽ കഴിഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് നമ്മൾ ചെറിയ സൺഡേ സ്കൂളും ചെറിയ ഇടവൊക്കെ നമ്മുടെ ഫൊറോനയിൽ 12 ഇടവകളുണ്ട്. അപ്പോൾ നമുക്ക് 12 ഇടവകളിൽ നമുക്ക് കലോത്സവത്തിൽ മൊത്തം ലഭിച്ചത് 4ാം സ്ഥാനം നമുക്ക് ലഭിച്ചു. ഈ 12 ഇടവകളിൽ ശശിമലയും പാടിച്ചെറിയും കബിനിഗിരിയും കഴിഞ്ഞ് 4ാം സ്ഥാനമാണ് നമ്മുടെ പുൽപ്പള്ളി തിരുഹൃദയം സൺഡേ സ്കൂളിലും അതുപോലെ തന്നെ നമ്മുടെ മിഷൻ ലീഗ് ശാഖയ്ക്കും ലഭിച്ചത്. അതിനുവേണ്ടി ഒരുക്കിയ സിസ്റ്റർമാർ, പ്രത്യേകിച്ച് ലീമ സിസ്റ്റർ, അൻസീന സിസ്റ്റർ, അർച്ചന സിസ്റ്റർ, ജിസ്മി സിസ്റ്റർ, അതുപോലെ ജിൻസി ടീച്ചർ, അധ്യാപകർ എല്ലാവരും ഉണ്ട്. പേരെടുത്ത് എല്ലാവരെയും പറയുന്നില്ല. അപ്പോൾ എല്ലാവരെയും പ്രത്യേകം അനുമോദിക്കുന്നു. അപ്പോൾ അതിൽ വിജയിച്ച കുട്ടികളെയും പങ്കെടുത്തവരെയും പ്രത്യേകം അനുമോദിക്കുന്നു. ഇനി നമുക്ക് വിജയം എല്ലാവർക്കും കിട്ടില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ അടുത്ത പ്രാവശ്യം കൂടുതൽ നന്നായി പഠിച്ച് നമുക്ക് ഒരുങ്ങി 1ാം സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ അതിൽ നമുക്ക് നമ്മളെക്കാൾ വലിയ ഇടവകളൊക്കെ ഉണ്ട്. മുള്ളംകൊല്ലി ഇടവക, അതുപോലെ തന്നെ മരകാവ് ഇടവൊക്കെ ഉണ്ട്. അവരൊക്കെ നമ്മുടെ പുറകിലാണ്. അപ്പോൾ നമുക്ക് നല്ല വിജയം നേടാൻ വേണ്ടി പരിശീലനത്തിലൂടെ സാധിച്ചു. അതിനെല്ലാവരെയും അനുമോദിക്കുന്നു. അതിൻ്റെ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. ഇപ്പോൾ ചെറുപുഷ്പ മിഷൻ ലീഗ് പുൽപ്പള്ളി ശാഖ 4ാം സ്ഥാനത്ത് എത്തിയെന്ന് രതീഷ് സാറ് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ നല്ലൊരു കൈയടി കൊടുക്കാം പരസ്പരം. ഓക്കെ, അതിൽ വളരെ പ്രത്യേകമായിട്ട് അഭിനന്ദനം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാന അധ്യാപകൻ രതീഷ് സാർ അടക്കം മറ്റ് ടീച്ചേഴ്സും പങ്കെടുത്തു എന്നുള്ളതാണ്. അതും വളരെ നല്ലൊരു കാര്യമാണ് നമ്മുടെ സൺഡേ സ്കൂളിനെ സംബന്ധിച്ച്. അതിനാൽ അധ്യാപകർക്ക് നല്ലൊരു കൈകടിയും മക്കൾ കൊടുക്കുക. പ്രസംഗത്തിനായി വികാരി അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. അധ്യാപകരെ, പ്രിയ കുട്ടികളെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും നിങ്ങൾക്ക് സുഖമാണെങ്കിൽ, സന്തോഷമാണെങ്കിൽ മാത്രമേ ദൈവത്തിന് സന്തോഷം ഉണ്ടാവുകയുള്ളൂ, അല്ലേ? നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം വേദപാഠം ആശംസിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശ്വാസത്തെക്കുറിച്ചാണ്. അതിലൊരു കാര്യമാണ് ഞാൻ ഈ സമയത്ത് ഓർത്തത്. കടുകുമണിയെക്കുറിച്ചാണ്, അല്ലേ? കടുകുമണി വലിയ സാധ്യതകളുള്ള ഒരു വിത്താണ് എന്ന് പറയുകയുണ്ടായി. അപ്പം നിങ്ങളെല്ലാവരും ഈ കടുകുമണി പോലെയാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് ഒത്തിരിയേറെ ഈ ഭൂമിയിലുള്ള വിത്തുകൾ. ഒരു ചക്കക്കുരു നട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചക്കക്കുരു നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചെറിയ ഒരു വിത്താണ്. അത് നട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും?
വലിയൊരു വൃക്ഷമായിട്ട് മാറും. എല്ലാ വർഷവും നൂറുകണക്കിന് ആയിരക്കണക്കിന് ചക്കകൾ ഉണ്ടാക്കുന്ന ഒരു വൃക്ഷമായിട്ട് ഈ ചെറിയ ചക്കക്കുരു മാറുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു വിത്താണ് നിങ്ങൾ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒത്തിരിയേറെ സാധ്യതകളുള്ള, കഴിവുകളുള്ള വിത്തുകളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ സാധ്യതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഭാവിയിൽ വലിയ വ്യക്തികളായി മാറണം എന്ന് ആഗ്രഹിക്കണം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അദ്ദേഹം ചെറുപ്പത്തിൽ ചായക്കടയിൽ ചായ കൊടുത്തുകൊണ്ടിരുന്ന ഒരു പയ്യനായിരുന്നു. അദ്ദേഹമാണ് വളർന്ന് പ്രധാനമന്ത്രിയായി മാറിയത്. അതുപോലെയുള്ള നമ്മുടെ വ്യക്തികളെ, പല പല വ്യക്തികൾ, നമ്മുടെ അബ്ദുൽ കലാം, അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ, അങ്ങനെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒത്തിരിയേറെ വ്യക്തികളെ നമ്മുടെ ചുറ്റുപാടും കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഇന്ന് ചെറിയ കുട്ടിയായിരിക്കാം, അടുത്തുള്ളവരും ഇതേപോലെയൊക്കെയാണ്, പക്ഷേ അവരൊക്കെ വലിയ വലിയ സാധ്യതകളുള്ള വ്യക്തികളാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ കഴിവുകളൊക്കെ നന്നായി ഉപയോഗിക്കണം. നമ്മിലെ ഈശോ, നമ്മളെല്ലാവരിലും ഈശോ ഉണ്ട് അല്ലേ? ആ ഈശോയുടെ ആ കഴിവുകൾ, ഈശോയുടെ ആ സ്നേഹം, നന്മ എല്ലാം നമ്മൾ പുറത്തേക്ക് എടുക്കണം. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഈ നിമിഷങ്ങളാണ് ഈ മതബോധനം. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന മതാധ്യാപകരുണ്ട്, മാതാപിതാക്കളുണ്ട്. അപ്പോൾ അവരോട് ചേർന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ സമയവും സാഹചര്യങ്ങളും എല്ലാം നന്നായി ഉപയോഗിക്കണം. അപ്പോഴാണ് നമ്മളൊക്കെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നല്ല മക്കളായിട്ട് മാറുവാനായിട്ട് സാധിക്കുക. ദൈവം പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിങ്ങളുടെ നാശത്തിനല്ല, നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട് എങ്കിൽ അതൊക്കെ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉള്ളതാണ്. നമ്മളൊരു വിത്ത് മണ്ണിലേക്ക് കുഴിച്ചിടുമ്പോൾ എന്ത് സംഭവിക്കും? ആ മണ്ണിൽ കിടന്നുകൊണ്ട് ആ വിത്ത് അഴുകും, അതിൽ ഇങ്ങനെ മുളപൊട്ടും, അതിന് വേദനയെടുക്കും, അത് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളിലൂടെ എല്ലാം കടന്നു പോകും. അങ്ങനെ പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് വളരുകയില്ല, അതിൽ ചെടികൾ ഉണ്ടാവുകയില്ല, വൃക്ഷമായിട്ട് മാറുകയില്ല. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, വിഷമങ്ങൾ എല്ലാം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, അവിടുന്ന് വലിയവനാണ്, എന്നെയും അവിടുന്ന് വലിയവനാക്കി മാറ്റും. ഈ ഒരു ചിന്തയാണ് എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. അപ്പോൾ എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക. അഭിമന്യ ജേക്കബ് തൂങ്കുഴി പിതാവിനെ അനുസ്മരിക്കാൻ ഞാൻ അനുമോളെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സാമീപ്യം കൊണ്ടുപോലും വിശുദ്ധിയെ പ്രസരിപ്പിച്ച പിതാവ് അതായിരുന്നു കാലം ചെയ്ത ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി. ജീവിതമാണ് സന്ദേശം എന്ന തത്വം വാക്കിലും പ്രവൃത്തിയിലും നടപ്പിൽ വരുത്തിയിരുന്ന ആധ്യാത്മിക ആചാര്യന്റെ ജീവിതം. 1996 ഡിസംബർ 18 തൃശൂർ ആർച്ച് ബിഷപ്പായി നിയമിതനായി. CBCIയുടെ പ്രസിഡന്റായി 6 വർഷവും കാരിത്താസ് ഇന്ത്യയുടെ ചെയർമാനായി പ്രവർത്തിച്ചിരുന്നു. 500-ലധികം സിസ്റ്റേഴ്സ് ഉള്ള ക്രിസ്തുദാസി സമൂഹത്തിൻ്റെ സ്ഥാപകനാണ് തൂങ്കുഴി പിതാവ്. കേരളത്തിൽ 3 രൂപതകളിൽ മെത്രാനായിരുന്നു. ജീവിച്ചിരുന്ന അവസാനത്തെ ആളായിരുന്നു മാർ തൂങ്കുഴി. മെത്രാനും മെത്രാപൊലിത്തായുമായ 50 വർഷം പിന്നിട്ടാണ് പിതാവിൻ്റെ മടക്കം. പിതാവിന് സ്നേഹം നിറഞ്ഞ പ്രാർത്ഥന ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. താങ്ക് യു. ഇനി വിശുദ്ധരെ പരിചയപ്പെടുത്താൻ ഞാൻ അനിൽ ടെ സ്വാഗതം ചെയ്യുന്നു. ഗ്രാസിയോ ജുസേപ്പ കർഷക കുടുംബത്തിൽ 1887 മെയ് 25 പാതിരപ്പള്ളി ജനിച്ചു. കുഞ്ഞുനാളിൽ തന്നെ കുട്ടികളെ ഉപരി പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിലും താല്പര്യം കാണിച്ചു. രാവിലെയും വൈകുന്നേരവും മാലാഖമാരുടെ രാജ്ഞിയുടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക ഒരു ശീലമായിരുന്നു. അടുത്തതായിട്ട് നമ്മുടെ സൺഡേ സ്കൂളിലെ 7ാം ക്ലാസ്സിലെ കുട്ടികൾ വീണ്ടും
ഒരു മനോഹരമായ കയ്യെഴുത്ത് മാസിക അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ജീവന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഈ കയ്യെഴുത്ത് മാസിക പ്രകാശനം ചെയ്യാനായി ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ ക്ഷണിക്കുന്നു. ഇതിന് നേതൃത്വം നൽകിയ ശിവസാറിനെയും 7ാം ക്ലാസ്സിലെ കുട്ടികളെയും പ്രത്യേകം അനുമോദിക്കുന്നു. ഇതുപോലെ നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും നമ്മുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം പഠന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളും ഇനിയും ചെയ്യാൻ വേണ്ടി എല്ലാ ക്ലാസ്സുകാരും ശ്രദ്ധിക്കുക. മനോഹരമായ ജീവന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജീവൻ ദൈവദാനം എന്ന പേരിലുള്ള ഒരു കയ്യെഴുത്ത് മാസികയാണ് അവർ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അവർ നല്ലൊരു കയ്യടി കൊടുക്കാം. നമുക്ക് 7ാം ക്ലാസ്സുകാർക്കും ശിവസാറിനും പ്രത്യേകമായിട്ടുള്ള അനുമോദനം അറിയിക്കുന്നു. രൂപതാഗാനം.